ചെയ്യുന്നത്. 5 അടി 9 ഇഞ്ച് ഉയരമുള്ള വിക്രമിന് പോലും ആ സീലിംഗിലെ ഹുക്കിൽ കൈയെത്താൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് 5 അടി 4 ഉള്ള അശ്വതിയുടെ കൈ സീലിംഗിൽ എത്തുകയും അവൾ സാരി കുരുക്കിയിടുകയും ചെയ്യുന്നത്? ചാക്കോ കൊണ്ടുവന്ന സാരി ഉപയോഗിച്ച് സേതു തന്റെ കണ്ടെത്തൽ ഒന്നുകൂടി ഉറപ്പിക്കുന്നു. ചാക്കോയെ സാരിയിൽ കെട്ടി മുകളിലേക്ക് വലിക്കുന്നു. സാരി അഴിച്ച് പരിശോധിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന അതേപോലത്തെ കറ തന്നെയാണ് അശ്വതി ആത്മഹത്യക്കായി ഉപയോഗിച്ച സാരിയിലും ഉണ്ടായിരുന്നത്. ഇതോടെ മൂവരും ഇത് ആത്മഹത്യ അല്ലെന്നും ഒരു പ്ലാൻഡ് മാഡർ ആണെന്നും മനസ്സിലാക്കുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ സമീപിച്ചപ്പോൾ അയാൾ തീർത്തു പറയുന്നു ഇതൊരു ആത്മഹത്യയാണെന്ന്. കാരണം അതിന്റെ എല്ലാ ലക്ഷണങ്ങളും അവളുടെ ശരീരത്തിലുണ്ടായിരുന്നു. അപ്പോഴാണ് മറ്റൊരു ചോദ്യം സേതു ചോദിക്കുന്നത്. ആരോ ഏതോ രീതിയിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടക്ക് അവൾ ബോധം കിടന്നു. അവൾ മരിച്ചെന്ന് കരുതി അവർ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ കെട്ടിത്തൂക്കുന്നു. കെട്ടുമുറുകിയപ്പോഴാണ് ബോധം വരുന്നതെങ്കിൽ ഇതേ ലക്ഷണങ്ങൾ തന്നെ കാണിക്കില്ലേ? എന്താ ഡോക്ടർ, അങ്ങനെ സംഭവിക്കാം അല്ലേ? സംഭവിക്കാം. ദേവദാസിനൊപ്പം അന്വേഷണ ചുമതലയിലുണ്ടായിരുന്ന മറ്റൊരു പോലീസുകാരനായിരുന്നു അലക്സ്. ദേവദാസ് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി കേസ് ചാർട്ടിൽ നിന്ന് വെട്ടിമാറ്റിയ പല കാര്യങ്ങളും അലക്സ് ചാക്കോയോട് പറയുന്നു. മന്ത്രി ഭാർഗവനുമായി അശ്വതി ഹോട്ടലിൽ വെച്ച് വഴക്കുണ്ടാക്കിയിരുന്നു. ഇത് അവിടുത്തെ ഒരു തൊഴിലാളി കാണുകയും പോലീസിൽ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അയാൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല. അടുത്ത ലേഖനം എന്നെ കുറിച്ചാണോ? ആയിരിക്കും. എന്നെ കുറിച്ച് നീ പത്രത്തിൽ എഴുതുമല്ലേ? എന്നാൽ എനിക്കതൊന്ന് കാണണം. കൂടാതെ പോലീസ് നായ മണം പിടിച്ച് വിശ്വത്തിന്റെ ഹോട്ടലിൽ എത്തിയ കാര്യവും അയാൾ മറച്ചു വെച്ചിരുന്നു. മന്ത്രി ഭാർഗവനെ പറ്റി അന്വേഷിച്ചപ്പോൾ അയാൾക്ക് ഒരു രാജേന്ദ്രബാബുവിന്റെ മരണത്തിൽ പങ്കുണ്ടെന്നും ഈ രാജേന്ദ്രബാബുവും അവന്റെ ഭാര്യയുമൊക്കെ അശ്വതിയുടെ അടുത്ത സുഹൃത്തുക്കളാണെന്നും മനസ്സിലാക്കുന്നു. രാജേന്ദ്രബാബുവിന്റെ ഭാര്യയിൽ നിന്നാണ് അശ്വതിയെ ഭാർഗവൻ പീഡിപ്പിച്ച കാര്യം മനസ്സിലാവുന്നത്. പോരാത്തതിന് ഇത് ചോദിക്കാൻ ചെന്ന രാജേന്ദ്രനെ അവരെല്ലാരും കൂടി അടിച്ചൊതുക്കുകയും ചെയ്തിരുന്നു. ഈ അനീതിക്കെതിരെ രാജേന്ദ്രൻ ഒരു തെരുവ് നാടകം സംഘടിപ്പിച്ചു. ഇതുകൂടി ആയപ്പോൾ ഭാർഗവന്റെ ദേഷ്യം അതിരുകടക്കുകയും അയാൾ രാജേന്ദ്രനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. രാജേന്ദ്രബാബുവിന്റെ മരണം ഒരു അപകട മരണമായി ചിത്രീകരിക്കാൻ പലരും അധികാരം കൊണ്ട് ശ്രമിക്കുന്നുണ്ടെന്നും തനിക്ക് കിട്ടിയ ഈ അവാർഡ് നിഷേധിക്കുകയാണെന്നും ഒരു ഓപ്പൺ വേദിയിൽ വെച്ച് പറയുന്നു. എനിക്ക് ലഭിച്ച ഈ പുരസ്കാരം നിഷേധിച്ചുകൊണ്ട് എന്റെ അമർഷം രേഖപ്പെടുത്തുന്നു. ഹോട്ടലിലെ ഒരു റിസപ്ഷനിസ്റ്റ് തന്റെ സാലറിക്ക് അതീതമായി കുറെ ഫോറിൻ സാധനങ്ങൾ വാങ്ങിയതായി വിക്രം കണ്ടുപിടിക്കുന്നു. ചോദ്യം ചെയ്യലിൽ അത് ബാബു തന്നതായി അവൻ പറയുന്നു. ബാബുവിനെ അശ്വതി മരിച്ചെന്ന് താൻ കണ്ടെന്നും കണ്ട വിവരം പോലീസിനോട് പറയാതിരിക്കാനാണ് തനിക്ക് പണം നൽകിയതെന്നും അയാൾ സമ്മതിക്കുന്നു. ബാബുവിനെ അന്വേഷിച്ച് ചെന്നപ്പോൾ CBIക്ക് മുന്നോടിയായി കുറച്ച് ആൾക്കാർ വന്ന് അയാളെ കൊണ്ടുപോവുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് അയാളെ രക്ഷിച്ച് ചോദ്യം ചെയ്യുന്നു. വിശ്വമാണ് തന്നെ അയച്ചതെന്ന് അയാൾ സമ്മതിക്കുന്നു. പക്ഷേ താൻ എത്തുമ്പോഴേക്കും അവർ ആത്മഹത്യ ചെയ്തതായാണ് താൻ കാണുന്നതെന്ന് ബാബു സമ്മതിക്കുന്നു. അങ്ങനെയെല്ലാം കുഴങ്ങിയിരിക്കുമ്പോഴാണ് സേതു ഒരു കാര്യം ഓർക്കുന്നത്. അശ്വതിയുടെ ഫോട്ടോസുകളിലൊന്നും അശ്വതി സാരി ഉടുത്തതായി കണ്ടിട്ടില്ല. അശ്വതിയുടെ പെട്ടികൾക്കുള്ളിലും വേറെ സാരിയുമില്ല. ആയെ ചോദ്യം ചെയ്തപ്പോൾ അശ്വതി കൂടുതലായി മോഡേൺ വസ്ത്രങ്ങളാണ് ഉടുക്കാറെന്ന് അവർ പറയുന്നു. സിനിമയിൽ ഉപയോഗിക്കാറുണ്ടെന്നും എന്നാൽ അവസാനം അഭിനയിച്ച സിനിമയിൽ സാരിയുടെ ആവശ്യമില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ സാരി വീണ്ടും പരിശോധിച്ചപ്പോൾ അതിലെ ലേബൽ പൂർണ്ണമായി നശിച്ചിട്ടില്ലെന്നും അതൊരു പുതിയ സാരിയാണെന്നും മനസ്സിലാക്കി.